അമ്മായിയമ്മമാർ മിക്കവാറും സ്വന്തം അമ്മമാരെക്കാൾ കൂടുതൽ നല്ല ബുദ്ധി മരുമക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുമോ? അതിന് രണ്ട് പക്ഷമുണ്ട്. ഇല്ലെന്നും പറയാം, ഉണ്ടെന്നും പറയാം. എന്തായാലും ഇവിടെ ഇത്തിരി അതിബുദ്ധിയാണ് നടന്നത്. കുടുംബം മുഴുവൻ അതിബുദ്ധിക്കാരായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? നമുക്ക് ജിബിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജിബിൻ. എനിക്ക് 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. എനിക്ക് ഗൾഫിലായിരുന്നു ജോലി. 24ാമത്തെ വയസ്സിൽ പോയതാണ്. പിന്നീട് ലീവിന് വന്നപ്പോഴാണ് ഈ കല്യാണ ആലോചന വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. എൻ്റെ ഭാര്യയ്ക്ക് 2 ആങ്ങളമാരുണ്ട്. ഇരട്ടകളാണ്. അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് വിദേശത്ത് സെറ്റിൽഡാണ്. മകൾ മാത്രമേ ഉള്ളൂ അവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അവർക്ക് മകളെ വിദേശത്തേക്കെങ്ങും വിടാൻ താല്പര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മകളെ കാണാവുന്ന സ്ഥലത്തായിരിക്കണം, അതാണ് അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു, അമ്മേ എനിക്ക് താല്പര്യമില്ല ഗൾഫിൽ പോകാൻ. പിന്നെ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഞാനങ്ങ് പോയതാണ്. വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് ഇവിടെ കൊണ്ട് ഗൾഫിൽ പോകണമെന്നില്ല. നാട്ടിൽ നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ വരും എന്ന് പറഞ്ഞു. അത് നല്ലതാ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനും ഭാര്യയും തമ്മിൽ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഉള്ള കുറച്ച് സമയമാണെങ്കിലും ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് സ്നേഹത്തിലായി. ആദ്യ 3 മാസം കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയി. എൻ്റെ വീട്ടുകാർ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ അമ്മായച്ചനും അമ്മായിമ്മയും എൻ്റെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കും. എൻ്റെ വീട്ടുകാർക്ക് പണ്ട് തൊട്ടേ പണം വേണമെന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഭാര്യയുടെ വീട്ടിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ഞാൻ കൊടുക്കുന്നത് ഭാര്യ വാങ്ങിക്കും. അല്ലാതെ അവൾക്ക് ഡിമാൻഡൊന്നുമില്ല. അതും എനിക്കൊരു സമാധാനമായിരുന്നു. അമ്മായിമ്മ എന്നോട് ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഇതിനിടയ്ക്ക് ഓരോ ഉപദേശങ്ങളും ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. അമ്മായിച്ചൻ കുറച്ച് റിസർവ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും വലിയ സ്നേഹമൊക്കെ തന്നെയാണ്. ഞാൻ പോയി 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് എൻ്റെ അമ്മയ്ക്ക് യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നോളാൻ. അങ്ങനെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ എപ്പോഴും വിളിക്കുമ്പോൾ അമ്മായിമ്മയും അമ്മായച്ചനും പിന്നെയും എന്നോട് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ലീവ് കിട്ടി. ഞാൻ നാട്ടിലേക്ക് വന്നു. ലീവ് തീരാറാകുന്നതിന് ഏകദേശം 10 ദിവസത്തിന് മുമ്പ് എന്നോട് ചോദിച്ചു, മോനെ ഇനി നിനക്ക് തിരിച്ച് ഗൾഫിലേക്ക് പോകണമെന്നുണ്ടോയെന്ന്. ഞാൻ ചോദിച്ചു, അമ്മേ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ എന്തെങ്കിലും നല്ല ജോലി കിട്ടുമോ? അപ്പോൾ അമ്മ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഒരിടത്ത് വരുമോ? നിനക്കൊരു ജോലി ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്, നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതിനെന്താ അമ്മേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാനും അമ്മായിമ്മയും കൂടെ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ഞങ്ങൾക്ക് ഗംഭീര സ്വീകരണമായിരുന്നു. എന്തായാലും അതിൻ്റെ ഓണർ അമ്മായിമ്മയുടെ ഒരു ആരാധകനെ പോലെയാണ് പെരുമാറിയത്. ഒന്നിച്ച് പഠിച്ചതാണല്ലോ, അതിനെന്താ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞ ശേഷം പറഞ്ഞു, തുടക്കം ഒരു 45,000 രൂപ കൊടുക്കാൻ പറ്റും, പിന്നെ നമുക്ക് കൂട്ടാം എന്ന് പറഞ്ഞു. അത് കേട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായി. ഗൾഫിൽ എനിക്ക് ഒരു 65,000 രൂപ കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ 45,000 കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ കഴിയാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആണെന്ന്. ഇത്തിരി കുറച്ച് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വലിയ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ മോനെ. കുട്ടികൾ എന്തായാലും 2-3 വർഷം കഴിഞ്ഞിട്ട് മതിയെന്നാണല്ലോ അവൾ പറഞ്ഞത്. അങ്ങനെയല്ലേ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ അമ്മേ. അപ്പോൾ പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ജോലിക്ക് കയറി. സത്യം പറഞ്ഞാൽ അത് നല്ലൊരു തീരുമാനമായിരുന്നു. നല്ല അടിപൊളി സുഖമുള്ള ജോലി, ആരും നിയന്ത്രിക്കാനില്ല. എന്നോടവർക്കെല്ലാം പ്രത്യേക വാത്സല്യമുണ്ട്. ഞാൻ ആത്മാർത്ഥമായി നിൽക്കുകയും ചെയ്തു. എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷനുമായിരുന്നു. അങ്ങനെ എല്ലാം ശുഭകരമായി. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ചെറിയൊരു വീട്, നല്ലൊരു വീടാണ്, കോട്ടേഴ്സ് പോലെ അനുവദിച്ച് കിട്ടി. ഞാനും ഭാര്യയും സിറ്റിയിലേക്ക് മാറി. അവിടുന്ന് 8.5 കിലോമീറ്റർ ഉണ്ട് എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് വന്നു പോകാൻ എളുപ്പമാണ്. ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടെ കാർ എടുത്ത് വൈകുന്നേരം അങ്ങ് വരികയും ചെയ്യും. ഇതിനിടയ്ക്ക് പലപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അമ്മായിമ്മ എന്നെ വന്ന് കാണും വെറുതെ. പിന്നെ ഞങ്ങളുടെ മുതലാളിയുടെ ക്യാമ്പിലേക്ക് കയറിപ്പോകും. അവരൊന്നിച്ച് പഠിച്ചതല്ലേ, കുറേ നേരം ഇരുന്ന് സംസാരിക്കും. അവർ തമ്മിൽ വല്ലാത്തൊരു അടുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി വേറെന്തെങ്കിലും സാമ്പത്തികമായ ഇടപാടാണോ എന്ന് നമുക്കറിയില്ലല്ലോ. പണ്ട് തൊട്ടേ അറിയാവുന്ന ആൾക്കാരാണ്. ഒരു ദിവസം ഇതേപോലെ 3 മണിയായപ്പോൾ വന്നു. പിന്നെ 5:30 ആയപ്പോൾ എൻ്റെ കൂടെ വരാമെന്ന് അമ്മായിമ്മ പറഞ്ഞിട്ടാണ് ക്യാബിനിലേക്ക് കയറിപ്പോയത്. ഞാൻ പിന്നെ ജോലി കഴിഞ്ഞിറങ്ങി അമ്മായിമ്മയെ കാത്തു നിന്നു. അമ്മ വന്ന് എൻ്റെ കൂടെ കയറി. അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടെ മുന്നോട്ട് പോവുകയാണ്. മോനെ, ഇന്ന് 1-2 സ്ഥലത്ത് എനിക്ക് പോകാനുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ കയറണം. പിന്നെ ഇവിടെ ഒരു ബേക്കറി ഉണ്ട്, നീ കണ്ടിട്ടില്ലല്ലോ, നല്ല ബേക്കറിയാണ്. നമുക്കവിടെ പോയി കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അതിനെന്താ അമ്മേ, നമുക്ക് താമസിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അവളെയും വിളിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അതിനെന്താ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ സമയം പലയിടത്തുമായി ചിലവഴിച്ചു. ഇതിനിടയ്ക്ക് വൈഫ് എന്നോട് പറഞ്ഞു, ചേട്ടാ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്കൂട്ടി എടുത്തിട്ട് വീട്ടിലേക്ക് അങ്ങ് പൊക്കോളാം. അച്ഛനവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്ത് വയ്ക്കാം.
ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോയല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമില്ല. കുറേ സ്ഥലങ്ങളൊക്കെ കയറി മാളിലൊക്കെ ഒന്ന് കറങ്ങി കുറേ അധികം സാധനങ്ങൾ വാങ്ങിച്ച് കാറിൽ കയറി പതുക്കെ വന്നു. പക്ഷേ എന്തോ ജാതിക സമ്മേളനമൊക്കെ നടക്കുന്ന രാത്രിയിൽ കേട്ടോ. അപ്പോൾ അവിടെ നല്ല ബ്ലോക്കായിരുന്നു. പതുക്കെയാണ് വണ്ടി പോകുന്നത്. അമ്മ ഇന്ന് അച്ഛനാണോ കമ്പനി കൊണ്ടുവിട്ടത്? പക്ഷേ അച്ഛന് തന്നെ വന്ന് കാണാതിരുന്നത്. അല്ല മോനെ, ഞാനൊരു ഓട്ടോ പിടിച്ച് വരുമായിരുന്നു. അതെന്താ അമ്മ അത്ര അത്യാവശ്യം? അദ്ദേഹത്തെ കണ്ടിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ എന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഓ അങ്ങനെ ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെ ഞാൻ വന്ന് കാണാറുള്ളതല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അമ്മ, നിങ്ങൾ എന്നോട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചാണല്ലേ പറഞ്ഞത്? ആ സമയത്ത് നിങ്ങൾ തമ്മിൽ പ്രേമം വലുതുമായിരുന്നോ? ആഹാ, അപ്പം നിനക്ക് സംശയം അങ്ങ് തലയിൽ കയറിയല്ലേ? ഞാനെപ്പോഴും കാണാൻ വരുന്നു. പുള്ളിക്ക് എന്നോട് ഭയങ്കര കൺസിഡറേഷൻ. നിനക്ക് ജോലിയുടെ കാര്യത്തിൽ പുള്ളി കണ്ണും അടച്ചിട്ട് കൂട്ടി നിന്നു. ഇതൊക്കെ കാണുമ്പോൾ ഏതൊരാൾക്കാണെങ്കിലും സംശയം തോന്നാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, അങ്ങനെയായിരുന്നു അമ്മേ. അമ്മയുടെ പഴയ കാമുകനാണോ? പുള്ളി എൻ്റെ പഴയ കാമുകനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. പുള്ളി കാമുകനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് കാമുക സ്ഥാനമൊന്നും കൊടുക്കാൻ പറ്റില്ല. അതെന്താ അമ്മേ? അങ്ങനെ ഒരാളാണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബത്തെ, പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിനെ. ഇപ്പോൾ നീ നോക്കുമ്പോൾ വീട്ടിൽ ഇഷ്ടം പോലെ സ്വത്തുണ്ട്. ഒരു 2 തലമുറ കഴിയാനുള്ള സ്വത്തും പണവും ഒക്കെ ഉണ്ട്. അതിനൊക്കെ കാരണക്കാരൻ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ അച്ഛന് ജോലി കൊടുത്ത് സഹായിച്ചത് അങ്ങനെയാണോ? ജോലിയൊന്നും കൊടുത്ത് സഹായിച്ചില്ല, പക്ഷേ അല്ലാതെ തന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് എന്നോട് അനിഷ്ടം തോന്നാം, അല്ലെങ്കിൽ നീ എന്നെ വെറുക്കാം. എന്തിനാണ് ഞാൻ പഴയ കഥകളൊക്കെ പറഞ്ഞത്? അങ്ങനൊന്നുമില്ല അമ്മേ. അമ്മ പറഞ്ഞോളൂ. എടാ, ജീവിക്കാൻ വേണ്ടി മനുഷ്യർ പലതും ചെയ്യും. അത് ഞാൻ യഥാർത്ഥത്തിൽ അങ്ങ് പറയും. നിന്നോട് എന്തെങ്കിലും പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന് അവസാനം അത് യഥാർത്ഥമല്ലെന്നറിയുമ്പോഴേക്കും പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? ചീട്ടുകൊട്ടാരം ഒരിക്കൽ തകർന്നു പോകരുതല്ലോ. അതിനു മുമ്പേ ഞാൻ ഉള്ളത് പറഞ്ഞേക്കാം. അതിനുള്ള അവസരമാണെന്ന് തോന്നുന്നു. കാര്യം ഇപ്പോൾ നല്ല തിരക്കാണ്. നമ്മൾ 2 പേര് മാത്രമേ ഈ കാറിലുള്ളൂ. എനിക്ക് നിന്നോട് പറയാം, നീ മൊബൈൽ റെക്കോർഡൊന്നും ചെയ്യുന്നില്ലല്ലോ. അമ്മ എന്തായി പറഞ്ഞത്? അതിന് മാത്രമല്ല രാജ്യരഹസ്യങ്ങളുമാണോ ഇത്? അങ്ങനെയൊന്നുമല്ല, പക്ഷേ എൻ്റെ വലിയ രഹസ്യമാണ്. എന്താണമ്മേ? അമ്മ എന്നോട് പറ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, എൻ്റെയും ഭർത്താവിൻ്റെയും കല്യാണം വീട്ടുകാർ അറിഞ്ഞു നടത്തിയതാണ്. അന്ന് ഭർത്താവിന് ആലപ്പുഴ ഒരു കമ്പനിയിലാണ് ജോലി. അവിടെയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പോയി താമസിച്ചത്. പക്ഷേ ആദ്യ ദിവസം മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി. തണ്ടും തടിയും മുഖസൗന്ദര്യം ഉണ്ടെന്നുള്ളതല്ലാതെ എൻ്റെ ഭർത്താവിന് മറ്റൊരു കാര്യങ്ങളിലും താല്പര്യമില്ല, അറിയില്ല, ഒന്നുമില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് പുള്ളിക്ക് ABCD പോലും അറിയില്ല. ഞാൻ അങ്ങനെ 6-7 മാസം പോയി. എല്ലാവരും അന്നത്തെ കാലമല്ലേ ചോദിക്കുകയാണ്, ഭർത്താവ് എങ്ങനെയുണ്ട്? കൂട്ടുകാരെല്ലാം ചോദിക്കും. പിന്നെ വിശേഷമില്ലെന്ന് 1 വർഷമായപ്പോഴേക്കും ആളുകൾ ചോദിക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാനിതെങ്ങനെ പറയും? ആരോടാണ് പറയേണ്ടത്? വീട്ടിൽ പറയാൻ പറ്റിയ ആളുകൾ ആരാണുള്ളത്? ഭർത്താവിനോട് ചോദിക്കാൻ എനിക്ക് പേടിയാണ്. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇങ്ങനൊരു കാര്യം ഭർത്താവിൻ്റെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ അനങ്ങാപ്പാറ പോലെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികളുണ്ടാകുന്നത്? സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും അറിയാത്ത നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിച്ചത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ 2 പേരുടെയും ജീവിതം തകരുമെന്ന് പറഞ്ഞു. ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. ഞാനന്ന് ഉച്ചത്തെ വഴക്കുണ്ടാക്കി. അപ്പോഴാണ് ഭർത്താവ് തുറന്നു പറഞ്ഞത്, പണ്ട് തൊട്ടേ എല്ലാവരും പരിഹസിക്കുകയാണ് കൂട്ടുകാരൊക്കെ. കാര്യം പുള്ളിക്ക് ദാമ്പത്യ ജീവിതം പറ്റില്ല. അവരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതിനൊന്നും പറ്റിയ മറ്റ് പല സംഗതികളും പുള്ളിക്കില്ലെന്നാണ് പറഞ്ഞത്. അതോടുകൂടി അപകർഷതാബോധമായി. എന്നാലോ വീട്ടുകാരെ നിർബന്ധിക്കുമ്പോൾ കല്യാണം കഴിച്ചുപോയി എന്നതാണ് പുള്ളിയുടെ അവസ്ഥയെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞു. പക്ഷേ സ്ത്രീ എന്നുള്ള നിലയിൽ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞാൻ സഹിച്ചോളാം. പിന്നെ കർമ്മമേഖലയിൽ നിങ്ങൾ വെറുതെ ഇരിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ മുൻകൈ എടുത്തു. അതിന് കുറച്ച് ബലപ്രയോഗങ്ങളൊക്കെ ആവശ്യമായി വന്നു. എന്നാലും ഓക്കെ എന്നുള്ള മട്ടിലേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്തിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞതും കൂട്ടുകാർ പറഞ്ഞതും ഏകദേശം ശരിയാണ്. കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ താഴെയാണ് കാര്യങ്ങളെന്ന് എനിക്കും മനസ്സിലായി. കൂട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോന്നും അറിയില്ല. എന്നാലും ജീവിതമല്ലേ, ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. എന്നെ സ്നേഹിക്കാമല്ലോ, മറ്റു വഴികളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു.
പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് ഒരു ഡോക്ടറെ പോയി കണ്ടു. അപ്പം തന്നെ ജന്മനാ ഉള്ള ചില ഡിഫക്റ്റുകളുണ്ട് എന്ന് പറഞ്ഞ് അവർ വിശദമായ പരിശോധന നടത്തി. അപ്പോഴാണ് മനസ്സിലായത് കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് തീരെയില്ല. എൻ്റെ ഭർത്താവിന് നേരത്തെ ഇതൊക്കെ അറിയാമായിരുന്നു, പിന്നെ വീട്ടുകാരോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പം ജീവിതം എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നോട് പറഞ്ഞു, നീ അങ്ങ് പിണങ്ങിപ്പോകൂ, ഡൈവോഴ്സ് ആകാം, എന്നിട്ട് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്കൊരു സെൻറ്റിമെൻറ്റ്സ്, ഇങ്ങനൊരു മനുഷ്യനെ എന്തിനാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ? അതുകൊണ്ട് വിവാഹബന്ധം ഒഴിയുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി അടുത്ത കടമ്പ കുട്ടികളുണ്ടാകുക എന്നുള്ളതാണ്. അതിപ്പം 2 വർഷമാകാറായി. ഇനിയിപ്പോൾ കുട്ടികൾ ഉണ്ടായേ പറ്റുള്ളൂ. അത് വലിയൊരു കടമ്പയാണ്. അതിന് ഒരു വഴികളുമില്ലാതെ ഞങ്ങൾ പകച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അതായത് നിൻ്റെ കമ്പനിയുടെ ഓണറെ. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം. കാര്യം എൻ്റെ കോളേജിലെ വലിയൊരു ആരാധ്യ പുരുഷനായിരുന്നു. സ്പോർട്സിലും ആർട്സിലും ഒക്കെ മിടുക്കനായിരുന്നു. എന്നേക്കാൾ സീനിയറാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ അറിയാം. ചില പ്രസ്ഥാനങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് സ്റ്റുഡൻറ്റ് പീരീഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ നേരിയ പരിചയമുണ്ട്. പക്ഷേ അന്ന് എനിക്ക് ആരാധന ഉണ്ടായിരുന്നു. പുള്ളിക്ക് എന്നോട് താല്പര്യമുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ അന്നൊരടുപ്പം ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. പിന്നെ അദ്ദേഹം പണ്ട് മുതലേ എല്ലാവരെയും ഉപദേശിക്കുകയും പല കാര്യങ്ങൾക്കും മാർഗനിർദ്ദേശം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് ഞങ്ങൾക്കറിയാം. ഒരു കുട്ടി നേതാവായിരുന്നു എന്നുകൂടി വേണമെങ്കിൽ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അരമണിക്കൂറോളം സംസാരിച്ചു. പിന്നെ പുള്ളിക്കാരൻ്റെ ഭാര്യ ആ സമയത്ത് ഗർഭിണിയാണ്. എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികളുണ്ടാകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ കാണിക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്തായാലും എൻ്റെ നമ്പർ ഒന്ന് എഴുതിയെടുത്തോളൂ, നിങ്ങളുടെ നമ്പരും തരണം, ഞാൻ ഇടയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തേ. പിന്നെ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറുണ്ട്, നിങ്ങൾ 2 പേരും കൂടെ വന്നാൽ മതി, ഈ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരന് ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊന്നും അറിയില്ല. 2 പേർക്ക് എന്തോ ശാരീരികമായ കുഴപ്പമുണ്ടെന്ന് മാത്രമേ അറിയിക്കുള്ളൂ. അപ്പോൾ എനിക്കിത് പറയാനും പറ്റുന്നില്ല. ഉള്ളിലിരുന്ന് വല്ലാത്തൊരു കുറ്റബോധം. 3-4 വട്ടം പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പിണങ്ങുന്ന പോലെ സംസാരിച്ചു. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, മനുഷ്യനെ ഇങ്ങനെ അവഗണിക്കരുതെന്നൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ട് കരച്ചിൽ വന്നു. ഞാൻ കരഞ്ഞു. എന്നിട്ട് ഞാനുള്ള കാര്യങ്ങൾ മണിമണി പോലെ പുള്ളിയോടങ്ങ് പറഞ്ഞു. ഇനിയിപ്പോൾ ഒളിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ്? പുള്ളി എന്നെക്കുറിച്ച് എന്ത് കരുതും? എന്തെങ്കിലും കരുതിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ സ്തബ്ധനായിപ്പോയി. എന്നോട് പറഞ്ഞു, എങ്കിൽ പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പുള്ളിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുറത്തുനിന്നുള്ള സഹായം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാകുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 2 പേർക്കും അത് ശരിയാണെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സാറ് തന്നെ മുൻകൈ എടുത്ത് ഏതെങ്കിലും നല്ല കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരവസരം കൊടുക്കൂ. അങ്ങനെയാകുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരുകയും ചെയ്യും. എനിക്കതിൽ പ്രശ്നങ്ങളുമില്ല. കാര്യം എൻ്റെ ഈ ബലഹീനതകളെല്ലാം മറച്ച് നല്ലൊരു ഫാമിലിയായിട്ട് കഴിയണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. ഇവളെന്നെ വിട്ടുപോകില്ലെന്ന് പറഞ്ഞല്ലോ, ഞാൻ ഓർത്തത് വിട്ടുപോകുമെന്നാണ്. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ശോഭയെ എനിക്ക് പഠിക്കുന്ന സമയത്തെ ഇഷ്ടമായിരുന്നു. ചെറിയ നിമിഷങ്ങൾ മാത്രമേ നമ്മൾ തമ്മിൽ ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും പല പെണ്ണുങ്ങളും എൻ്റെ പുറകെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. ആ സമയത്ത് ഞാൻ ശോഭയെ ശ്രദ്ധിച്ചു. പക്ഷേ ശോഭ എന്നിൽ നിന്ന് അകന്നു നിന്നു. എനിക്കിതൊന്നും പറയാനുള്ള സന്ദർഭവും കിട്ടിയിട്ടില്ല. 2 പേരും 2 വഴിക്കായി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാലോ? സേഫായിട്ട് അത് ആ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിനില്ലേ മോനെ ഭയങ്കരമായിട്ട് സന്തോഷം. അതിനെന്താ സാറേ, പുറത്തുനിന്ന് ഒരു സഹായമില്ലാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. ആകെ കൂടി അലങ്കോലമായിരുന്നു എൻ്റെ ജീവിതം. ഇപ്പോൾ സാറാണെങ്കിൽ എനിക്കെന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റു കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനും പറഞ്ഞു, എനിക്കും കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആകാൻ പോകുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ ഇടങ്ങളൊക്കെയുണ്ട്. എനിക്ക് ധാരാളം പ്രോപ്പർട്ടീസ് ഉണ്ട്. അവിടെയൊക്കെ വെച്ച് മീറ്റ് ചെയ്യാം. താങ്കളും കൂടെ വന്നോളൂ, എനിക്കൊരു പ്രശ്നമില്ലെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞത് കേട്ട് ഞാനങ്ങ് ഞെട്ടി മോനെ. എൻ്റെ ഹസ്ബൻഡ് പറയുകയാണ്, സാറേ നിങ്ങൾ തമ്മിലുള്ള എല്ലാ കൂട്ടുകെട്ടുകൾക്കും ഞാൻ ഓക്കെയാണ്.
പക്ഷേ ഇതൊക്കെ കാണാനും കേൾക്കാനും അടുത്തിരുന്ന് അതിനുള്ള അവസരം എനിക്ക് തരണമെന്ന് ഞാനത് കേട്ട് മൂക്കത്ത് വിരൽ വെച്ച് പോയി. അന്നേരം ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മനുഷ്യന്ന്? അപ്പോൾ പുള്ളി പറഞ്ഞു, എന്തായാലും ലോകത്തെങ്ങുമില്ലാതെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ജീവിതമാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്താണ്, ഇത് നടന്നോട്ടെ. എനിക്കും ഈ പറഞ്ഞതുപോലെ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത് പണ്ടേ ഒരു ഹരമാണ്. കാര്യം എന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. പിന്നീട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എല്ലാ സമയത്തും കൂട്ടിന്. അങ്ങനെ ഞാൻ മോഹിച്ച പുരുഷനാണ് അദ്ദേഹം മോഹിച്ച സ്ത്രീയാണ് ഞാൻ. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഒരിക്കൽ പോലും അത് പറയാനുള്ള അവസരം വിവാഹത്തിന് മുമ്പ് കിട്ടിയില്ല. ഇപ്പോൾ അതെല്ലാം കിട്ടി. അങ്ങനെയാകുമ്പോൾ പിന്നെ എന്താ, തട്ടിപ്പൊളിപ്പനായിരുന്നു ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയത്. പുള്ളിക്കാണെങ്കിൽ പ്രോപ്പർട്ടിയും പണവും ഇഷ്ടം പോലെ, നമുക്ക് വെറും ആവറേജ് ജീവിതം. പക്ഷേ ആ ബന്ധത്തിൽ കൂടി ആദ്യം എനിക്ക് ഇരട്ട കുട്ടികളാണ് ഉണ്ടായത്. വീട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം സന്തോഷമായിരുന്നു. എല്ലാം എൻ്റെ ഭർത്താവിൻ്റെ ക്രെഡിറ്റിലേക്ക് ചേർന്നു. ഹസ്ബൻഡിന് ഒരു പ്രശ്നവുമില്ല. 101% സപ്പോർട്ടാണ്. അദ്ദേഹം എല്ലാം കാണുകയും കേൾക്കുകയും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇത് മാത്രമല്ല ഞങ്ങൾക്ക് സൗഭാഗ്യം വന്നത്. കാര്യം നിൻ്റെ മുതലാളി പുള്ളി ഞങ്ങൾക്ക് കനിഞ്ഞ് ധാരാളം പ്രോപ്പർട്ടീസും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നു. എത്രയെടുത്ത പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ശരിക്കും ഞങ്ങൾ കോടീശ്വരരാണ്. അതിന് പിന്നിൽ അദ്ദേഹത്തിന് സ്നേഹവും കരുതലും ഒക്കെയുണ്ട്. നിന്നെ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1,00,000 രൂപ ശമ്പളം തരുന്ന ഒരു ജോലിയിൽ നിയമിക്കാം. പക്ഷെ എന്നാലും നീ ഒന്ന് നന്നായി അറിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത്. താമസിയാതെ നിനക്ക് നല്ല പൊസിഷൻ കിട്ടും. അമ്മായിമ്മയുടെ ഈ കഥ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ ആ കാര്യം തുറന്നു പറഞ്ഞു. വേണമെങ്കിൽ അവർക്ക് ഒളിപ്പിച്ച് വെക്കാമായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് അവരുടെ സത്യസന്ധതയല്ലേ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ അമ്മേ, എൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മായിമ്മ എൻ്റെ കൈകൾ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, അത് പിന്നീടുള്ളൊരു ട്വിസ്റ്റായിരുന്നു. കാര്യം 2 കുട്ടികളുണ്ടായല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്നോട് ഒരു ദിവസം ഒന്ന് ചോദിച്ചു, ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരാളുണ്ട്, അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും എന്തായാലും എൻ്റെ ജന്മം ഇങ്ങനെയായി എങ്കിൽ പിന്നെ മാക്സിമം ജീവിതത്തിൽ എന്തെല്ലാം കിട്ടുമോ അതൊക്കെ വാങ്ങിച്ചെടുക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഊട്ടിയിലേക്കാണ് ഞാൻ ചെല്ലേണ്ടത്. ഹസ്ബൻഡ് കുട്ടികളെ നോക്കാൻ നേറ്റു. പക്ഷെ പുള്ളിക്ക് ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു. പുള്ളിക്കില്ലേ എല്ലാ കാഴ്ചകളും കാണണം, അത് നിർബന്ധമാണ്, കൂടെ വേണം. ഞാൻ പറഞ്ഞു ഇപ്പം പറ്റില്ല, കാര്യം ഇദ്ദേഹം പുറത്തു വന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരന് കുട്ടികളെ നോക്കി. എന്ന് വെച്ചിട്ട് വീട്ടുജോലിക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റിച്ചായി കഴിഞ്ഞിരുന്നു ആ സമയത്ത്. ഊട്ടിയിലേക്ക് നിൻ്റെ മുതലാളിയും ഞാനും കൂടെ പോകണമെന്നായിരുന്നു തീരുമാനം. പക്ഷെ അവസാന നിമിഷത്തിലല്ലേ നിൻ്റെ മുതലാളിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ മുതലാളിയുടെ അനിയനാണ് വന്നത്. കണ്ട് പരിചയമുള്ള ആളാണ്. പിന്നെ പുള്ളിക്കാരനെ നീ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴും കണ്ടാൽ ഒരു സിനിമ നടനെ പോലെ ഇരിക്കും, അത്രയ്ക്ക് സുന്ദരനാണ്. അന്ന് എൻ്റെ കൂടെ വന്നിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരേണ്ട ചുമതല പുള്ളിക്കാണ്. ചേട്ടൻ്റെ എല്ലാ ബിസിനസ്സുകളിലും അനിയൻ്റെ ഒരു കണ്ണോട്ടമുണ്ട്. ചേട്ടൻ എന്താ കാണിക്കുന്നതെന്ന് അനിയനറിയാം. പക്ഷേ വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകളാണല്ലോ, അവരതെല്ലാം കണ്ണടയ്ക്കും. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് എന്നോട് നല്ല പ്രണയമായി. നീ ഓർക്കും എന്നെ കണ്ട് എന്തിനെ എത്ര പ്രണയിക്കുന്നതെന്ന്. അന്ന് ഞാൻ നല്ല സുന്ദരിയായിരുന്നു. അങ്ങനെ പുള്ളി എന്നോട് അഭ്യർത്ഥന നടത്തി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഒരു ദിവസം എക്സ്ട്രാ കള്ളത്തരം പറഞ്ഞിട്ട് അവിടെ കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ആ വരവിലാണ് എനിക്ക് രണ്ടാമതിങ്ങനെ ഒരു ഭാഗ്യമുണ്ടായത്. അത് എങ്ങനെയാണ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരു പക്ഷേ പുറത്തുനിന്ന് വന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മുതലാളിയുടെ അനിയനായിരിക്കാം, ഒന്നും അറിയില്ല. എന്തായാലും ഒന്നും ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതും സന്തോഷത്തോടുകൂടി സ്വീകരിക്കേണ്ടി വന്നു. പക്ഷേ നിൻ്റെ മുതലാളി വിശ്വസിച്ചത് അത് പുറത്തുനിന്ന് വന്ന ആളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നാണ്. അങ്ങനെ അബദ്ധം പറ്റിയതിന് എന്നെ വഴക്ക് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ആകട്ടെ, 2 വട്ടം കുട്ടികൾ വേണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നല്ലോ, അത് അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എനിക്ക് ഒത്തിരി സഹായങ്ങൾ എപ്പോഴും ചെയ്തു. അങ്ങനെ 2ാമത്തെ കുട്ടിയും ഉണ്ടായി. കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഇനി ഒരു കുട്ടി വേണ്ട, അങ്ങനെ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നിനി അദ്ദേഹത്തിന് എൻ്റെ ആവശ്യം ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ടും എൻ്റെ സൗന്ദര്യത്തിന് ഒരു കോട്ടവും തട്ടില്ലെന്ന് പറഞ്ഞ് നിൻ്റെ മുതലാളി പിന്നെയും എന്നോട് ഏറെ അടുത്ത് പെരുമാറി. അദ്ദേഹത്തിന് എന്നോടൊരു പ്രണയമുണ്ടായിരുന്നു, എനിക്കും അദ്ദേഹത്തോട് പ്രണയം പോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണോ പ്രണയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല.
പരസ്പരം സഹായിക്കുന്നത് ഒരു പ്രണയമല്ലേ? അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ കൂടി. പിന്നെ നിന്റെ അമ്മായച്ചനും ചില്ലറക്കാരനല്ലല്ലോ, അദ്ദേഹത്തിന് കാണാൻ ഇഷ്ടമായതുകൊണ്ട് പിന്നീട് കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പല സമയത്തും ഏകദേശം 5 വർഷത്തിന് മുമ്പ് വരെ അക്ഷീണം പ്രയത്നിച്ചു. അതിൽ പലപ്പോഴും എല്ലാം നിന്റെ മുതലാളിയുടെ കൂട്ടുകാരായിരുന്നു. അവിടേക്ക് എൻ്റെ ഭർത്താവിനും കാണാനൊരു സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഭർത്താവും ഒത്തിരി സന്തോഷിച്ച് എൻ്റെ കൂടെ നിന്നു. പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ വളർന്ന് വലുതായി, എല്ലാവരും സെറ്റിൽഡായി. എന്നാലും ഞാനും നിൻ്റെ മുതലാളിയും തമ്മിലുള്ള ഇഴയടുപ്പം മാത്രം ഇന്ന് വരെ തീർന്നിട്ടില്ല. അതൊക്കെ അങ്ങനെ പോകുന്നു. ഇപ്പോൾ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തും. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള എത്രയോ സ്ത്രീകൾ എല്ലാ ജോലികൾക്കും തയ്യാറായി മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് എൻ്റെ സാന്നിധ്യം ആവശ്യമില്ല. പിന്നെ എൻ്റെ 2 ആൺകുട്ടികളുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമല്ലേ ഈ ഒരു പണമെല്ലാം തന്ന് സഹായിച്ചത്. ഇത്രയും സെറ്റിലാകാൻ അദ്ദേഹം സഹായിച്ചു. ഈ കഥകളൊക്കെ അമ്മയുടെ മക്കൾക്കറിയാമോ? ഇല്ല, മക്കൾക്കറിയില്ല. അവർ സാധാരണ മക്കളെ പോലെ വളർന്നു. പിന്നെ അമ്മ എന്തിനാണ് എന്നോട് മാത്രം ഇത് പറഞ്ഞത്? നിനക്കറിയില്ല, എൻ്റെ മോളോടാണ് എനിക്ക് ഏറ്റവും വലിയ അറ്റാച്ച്മെൻറ്റ്. അവളുടെ ഭർത്താവാണ് നീ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടക്കൂടുതലുണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്നോട് ഹസ്ബൻഡ് പറഞ്ഞത് നീയും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടണമെന്നാണ്. എന്ന് വെച്ചാൽ എടാ, നിൻ്റെ അമ്മായിച്ചിന് ചില ആഗ്രഹങ്ങളുണ്ട്. അങ്ങേർ ഒത്തിരി നാളായില്ലയോ ഇപ്പോൾ ഒന്ന് കാണുക കേൾക്കുക അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പഴയ തീ ഇപ്പോഴും കെട്ടുപോയിട്ടില്ല. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് എത്ര വട്ടം പറഞ്ഞു, എടി മരുമോനെ നീ വളച്ച് കുപ്പിയിലാക്ക്, നമുക്ക് ജോളിയായിട്ട് പോകാമെന്ന്. ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഭർത്താവ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്നെ എൻ്റെ വശത്താക്കണമെന്നാണ്. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. മകളുടെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമുണ്ടാക്കാതെ, അവളെ ദ്രോഹിക്കാതെ, അവളറിയാതെ ഒരു വശത്ത് ഞാനും നീയും അമ്മായിച്ചനും എല്ലാവരും കൂടെ ചേർന്ന് ജോളിയായിട്ട് പോകാൻ പറ്റുമോ മോനെ? ഞാൻ ആന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു, ഇപ്പം പറയണ്ട, 1-2 ആഴ്ച സമയം തരാം, ഞാനൊരു ഡേറ്റ് പറയാം, അന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഈ സംഭവങ്ങളെല്ലാം എനിക്ക് ഞെട്ടലായിരുന്നു. മനസ്സിൽ കിടന്ന് മതിച്ചു. പക്ഷേ മതിച്ചു കഴിഞ്ഞപ്പോൾ മാധുര്യം കൂടുകയായിരുന്നു. അവർ രണ്ടുപേരും ഒരു വെറൈറ്റി കപ്പിളാണല്ലോ എന്ന് ഞാൻ ഓർത്തു. പതുക്കെ അമ്മായിയമ്മ എന്നോട് ആ ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ അറിയാതെ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അച്ഛനും അമ്മയും ഞാനും കൂടെ ഒരു ടൂറിന് പോയി. അതും ഒരു ബന്ധുവിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഇറങ്ങി. ഞാനാണെങ്കിൽ അതേ ദിവസം തന്നെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയെ കൊണ്ടാക്കിയിട്ട് ഓഫീസിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു പോയി. അങ്ങനെയാണ് ഞങ്ങൾ ദൂരെ ഒരു സിറ്റിയിൽ ഞങ്ങളുടെ വ്യത്യസ്തമായ രഹസ്യ സ്വഭാവമുള്ള ആ ഒരു കൂട്ടുകെട്ടിന് തുടക്കം കുറിച്ചത്. അത് അതിമനോഹരമായിരുന്നു. മറ്റൊരാൾ കാണാനുള്ളപ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ ഏറ്റവും മനോഹരമായി വിരിഞ്ഞു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അമ്മായിച്ചന് എന്നോട് പണ്ടത്തിനേക്കാൾ കൂടുതൽ ഇരട്ടി സ്നേഹമാണ്. ഞങ്ങളെല്ലാവരും തമ്മിൽ 3 പേരും മുക്കോണം പോലെ ഒന്നിച്ച് ഒറ്റ കക്ഷികളായി മുന്നോട്ട് പോകുന്നു. പണ്ടെന്നോ ഏതോ ജന്മാന്തരങ്ങളിൽ വിട്ടുപോയ ബന്ധം പോലെ എനിക്ക് തോന്നുന്നു മാഡം. ദാമ്പത്യം ഒരു സൈഡിൽ ഞാൻ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എനിക്കതിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടം ഈ ഒരു ബന്ധമാണ്. ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ആ കൂട്ടുകെട്ട് ഒരു പ്രശ്നവുമില്ലാതെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യണം മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ ഇത്തരം റിലേഷൻസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ പുറത്താരും അറിയാതെ നോക്കണം, പരസ്പരം ഈഗോ ഇല്ലാതിരിക്കണം, വിശ്വസ്തത പുലർത്തണം. അങ്ങനെ മാനേജ്മെൻറ്റുകൾ പല ഭാഗത്തും പല തലങ്ങളിലും വേണ്ടി വരും രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ വളരെ കോർഡിനേറ്റായിട്ട് മനഃപൂർവ്വം പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം ബന്ധങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാര്യം അവിടെയും ബാലൻസ് ചെയ്യണം, ഇവിടെയും ബാലൻസ് ചെയ്യണം, മേളിലും ഉണ്ട് ബാലൻസ്, താഴെയുണ്ട് ബാലൻസ്, ചുറ്റുവട്ടം മൊത്തം ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ അവനവൻ്റെ ബുദ്ധിയും സന്ദർഭത്തിനനുസരിച്ചുള്ള പെരുമാറ്റമാകും ഗുണം ചെയ്യുക. ഇതിലൊക്കെ അവനവൻ്റെ സന്ദർഭ ബുദ്ധികൾ ഉപയോഗിക്കുക. എന്തായാലും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന കഥകളോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ഇത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്?